ഞാൻ ഇപ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറാണെന്ന് എനിക്ക് അത് അഭിമാനത്തോടെ പറയാം. ഞാനൊരു അത്ലറ്റ് ആയിരുന്നിട്ടും ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാം ഗ്രൗണ്ടിലത്തെ പോലെ തന്നെ ഇവിടെയും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആകെ ഒരു 2-2.5 മാസം ഇവിടെ നിന്നിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റേർലി ഞാൻ മാറിയ പോലെ ഒരു ഫീൽ എനിക്കുണ്ട്. ലൈക്ക് ഇതുകൊണ്ട് വിജയിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. 10 വർഷം എന്തിനാ ഏതാ മസിൽസ് എന്ന് പോലും അറിയണ്ട 10 വർഷം വർക്കൗട്ട് ചെയ്തിരുന്നത്. പേടിക്കാതെ കൈ തിരുമാതെ പറയണോ? എൻ്റെ പേര് ജിതിൻ, ഞാൻ കണ്ണൂരിൽ നിന്നിരുന്നു. ഐ തോട്ട് എനിക്കെല്ലാം അറിയാം. ഇവിടെ വന്ന് ആ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. എനിക്കൊന്നും അറിയില്ല എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നു. ഈവനിങ് സാറ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കോഫി ഷോപ്പിലിരുന്ന് ഞങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ക്ലിയർ ചെയ്തിരുന്ന രീതിയിലുള്ള ഒരാളെ ഇഞ്ചുറി കൂടാതെ എങ്ങനെ വർക്കൗട്ട് ചെയ്യിക്കാം. പിന്നെ ഡയറ്റിനെ കുറിച്ച് എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. സിമ്പിളായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാണ് ഈ കോഴ്സ് ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ ക്ലാസ്സിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും ഞാൻ ഇവർക്ക് കാശ് കൊടുത്ത് പറയിപ്പിച്ചതല്ല കേട്ടോ. ആണോ? ഹായ് ഫ്രണ്ട്സ്, വിജോ ഫിറ്റ്നസ് അക്കാഡമിയുടെ PD അപ്രൂവൽ ഫസ്റ്റ് ബാച്ചാണ് എൻ്റെ ഈ ബാക്കിൽ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസും. അപ്പോൾ വിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ പഠിച്ച ഇവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത ബാച്ച് ജാൻ 2nd വീക്കോട് കൂടിയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ബാച്ച് ഫുള്ളി പാക്ഡ് ആയിരുന്നു. അപ്പോൾ അടുത്ത ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പിള്ളേർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ ബാച്ചിലും. അതുപോലെ തന്നെ ആൾക്കാരെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നിങ്ങളെ കൈ കിട്ടുന്ന ഓരോ ക്ലയൻസിനെയും കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റണം. സേഫായിട്ടും എഫക്റ്റീവായിട്ട് അവർക്കൊരു വർക്കൗട്ട് പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റണം. അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷൻ അഡ്വൈസും കൊടുക്കാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് അങ്ങനെയായിരിക്കണം, ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഇങ്ങനെയായിരിക്കണം, നല്ലൊരു പേഴ്സണൽ ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് അതാവണം ഇതാവണം എന്ന് പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള വീഡിയോസ് പല സ്റ്റുഡൻസും എനിക്ക് സെൻഡ് ചെയ്യുന്നിട്ട് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഉള്ളതാണോ എന്ന്. അപ്പോൾ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ ഗ്യാലറിയിലിരുന്ന് വിസിലടിക്കും പോലെയല്ല കളത്തിലിറങ്ങി കളിക്കുക എന്ന് പറയുന്നത്. ഞാനൊരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറോ അതല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് ഉപദേശം കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി റിസൈൻ ചെയ്ത് ഒരു പേഴ്സണൽ ട്രെയിനറായിട്ട് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം വരെയുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സായിട്ടും അക്കാഡമിയിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസുമായിട്ടും ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പല കോഴ്സുകളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അക്കാഡമിയിലെ പിള്ളേരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ അനുഭവം എന്നുള്ളത്. എന്താണ് വിജോ ഫിറ്റ്നസ് അക്കാഡമിയെ പറ്റി പറയാനുള്ളത്? എനിക്ക് സത്യം പറഞ്ഞാൽ സാറിൻ്റെ വാക്കെടുക്കുകയാണെങ്കിൽ ആശാൻ വർക്കൗട്ട് മാത്രമാണ് എനിക്ക് അറിയാൻ പാടുള്ളത്. ഞാൻ കുറച്ച് നാൾ ജിമ്മിൽ പിള്ളേർക്ക് വർക്കൗട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മിസ്റ്റേക്ക് ആണെന്നും അത് എന്താ പറയുക സാറ് പറഞ്ഞ പോലെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, എന്നാലും അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യണ രീതി ഇവിടുന്ന് ശരിക്കും പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഡയറ്റിനെ പറ്റിയിട്ടാണെങ്കിലും എനിക്ക് നല്ലൊരു അറിവ് കിട്ടി. സാധാരണ നമ്മുടെ അടുത്തൊന്ന് പിള്ളേർ ഡയറ്റ് ചോദിക്കുമ്പോൾ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ ചോറ് കട്ട് ചെയ്യും, ഓയിൽ കട്ട് ചെയ്യും, അത് ചെയ്യുന്നതല്ലാണ്ട് ഇതിനൊരു കറക്റ്റ് ഒരു ഫോം ഉണ്ടെന്നും അതിനൊരു ടെക്നിക്ക് ഉണ്ടെന്നും ഇവിടുന്ന് ശരിക്കും പഠിക്കാൻ പറ്റി. സോ ഞാൻ ഇപ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറാണെന്ന് എനിക്ക് അത് അഭിമാനത്തോടെ പറയാം. അപ്പോൾ നമ്മൾ സാറിന് പറയാറുള്ളത് ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് സർട്ടിഫൈഡ്, ഗെറ്റ് ക്വാളിഫൈഡ്. യെസ്. ആക്ച്വലി ഐ എം റിയലി ഹാപ്പി ടു സ്റ്റാൻഡ് ഹിയർ ബിക്കോസ് ഞാനൊരു അത്ലറ്റ് ആയിരുന്നിട്ടും ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാം ഗ്രൗണ്ടിലത്തെ പോലെ തന്നെ ഇവിടെയും ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. ബട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ മെക്കാനിസം ആണെങ്കിലും നമ്മൾ ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ മോട്ടിവേഷൻ ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ നിന്ന് ഒരു ക്വാളിഫൈഡ് ട്രെയിനറായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. ഒരു അത്ലറ്റാണ്. പണ്ടത്തെ എൻ്റെ സെയിം അനുഭവം പോലെ തന്നെ ഞാനൊരു അത്ലറ്റായിരുന്നു. എനിക്ക് എല്ലാം അറിയാമെന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കളത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അത് ശരിക്കും അറിയാൻ പറ്റിയില്ലേ? എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഞാൻ വരുന്നത് വരെ ഒട്ടും എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എപ്പോഴും ബാക്കോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു എനിക്ക്. ബട്ട് ആകെ ഒരു 2-2.5 മാസം ഇവിടെ നിന്നിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റേർലി ഞാൻ മാറിയ പോലെ ഒരു ഫീൽ എനിക്കുണ്ട്. ലൈക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടി എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ. അതെന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. അത് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണ്, ഹൈ ആണിത്. അത്ര തന്നെ ഉള്ളൂ. ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നതിൽ. പിന്നെ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഒരു ലേഡി എന്ന നിലയ്ക്ക് ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ കരിയർ ഓപ്ഷൻസിനെ പറ്റിയിട്ടും നമ്മളുടെ ഒരു വിജോ ഫിറ്റ്നസ് അക്കാഡമിയിലെ ഒരു പഠിപ്പിക്കുന്ന രീതി പ്രാക്ടിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും? ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ആകെ ഒരു 1 year 1.5 year എക്സ്പീരിയൻസേ ഉള്ളൂ. വെറുതെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ആസ് എ ലേഡി എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ അതുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടെ ഓക്കെ അല്ലേ? ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. മോൻസി എന്തോ പറഞ്ഞോ? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. ഞാൻ ഒരു 15 years ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ഈ ഫിറ്റ്നസ് ഒരു മേഖലയിലേക്ക് ഞാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എനിക്ക് ബാസ്കറ്റ്ബോൾ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്.
ഫിറ്റ്നസ് മേഖലയിലേക്ക് വരാനുള്ള റീസൺ എന്താണ്? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗോവയിൽ ഒരു മാച്ചിന് പോയ സമയത്ത് അവിടെ എൻ്റെ ഗെയിം കണ്ടിട്ടൊരു ഫിറ്റ്നസ് ട്രെയിനർ ചോദിച്ചത് എനിക്കൊരു ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സുകൾ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതങ്ങനെ തള്ളിക്കളഞ്ഞു, ഇങ്ങനെ ഒരു പുച്ഛം രീതിയിൽ കളഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറേ ആലോചിച്ചു. പിന്നെ ഒരു 3 years ഗെയിം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ഫിറ്റ്നസ് ട്രെയിനറും കൂടെ ആയിക്കഴിഞ്ഞാൽ, ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് കൂടെ ആ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാസ്കറ്റ്ബോളും ഫിറ്റ്നസ്സും കൂടെ കോമ്പറ്റീറ്റ് ചെയ്തൊരു ഒരുപോലെ കൊണ്ടുവരാൻ പറ്റും. കുറേ ടീംസിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനറും ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ എന്ന നിലയ്ക്ക് കേരളത്തിലുള്ള വരും ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സിന് മോൻസിയുടെ ഭാഗത്തു നിന്നൊരു ഹെൽപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്തത്, ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഇത് പഠിക്കാൻ എളുപ്പമാണ്, കാരണം ഞാൻ ഒരു അത്ലറ്റ് അല്ലേ. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ അടിപൊളിയാണ്, അത് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ, ഇവിടെ പൊളിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. ആ ഒരു സൈഡ് ഓക്കെ. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ബയോമെക്കാനിക്സും പിന്നെ അനാട്ടമി, ഫിസിയോളജി അങ്ങനെ കുറേ പഠിക്കാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചതാണ് ക്യാൻസൽ ചെയ്ത് പോയാലോ എന്ന് ആലോചിച്ചതാണ്. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു, എന്തായാലും വന്നു ഒരു 50 days ആ ഒരു മൈൽ സ്റ്റോൺ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതിയപ്പോൾ ഞാൻ ഫെയിലായി. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് നല്ല മാർക്കോടെ ഞാൻ സ്കോർ ചെയ്തു. ഞാനും ആദ്യത്തെ എക്സാം ഫെയിലായ ആളാണ്. കാരണം ഇങ്ങനെ വളരെ ഈസിയാണെന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴേ, പക്ഷേ അത് നടക്കില്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ റാഷിദ് സാറ് നല്ലൊരു ഷെർവിങ് ആയിരുന്നു, ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഒരു ഡൗട്ടും ഇല്ല, നോ ഡൗട്ട്സ്. പിന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയണമെങ്കിൽ വിജയ് സാറിന് താങ്ക് യു പറയണം. കാരണം ഇങ്ങനെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തതിന് ഞാനൊരു 4 കൊല്ലത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യും. അതിൽ ഇവിടെ വന്നതിന് ശേഷമാണ് മിസ്റ്റേക്ക് എങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, പിന്നെ ഡയറ്റിനെ കുറിച്ചുള്ള ക്ലാസ് കേട്ടപ്പോൾ ഒരാൾക്ക് എങ്ങനെ ഡയറ്റ് കൊടുക്കാം, വീട്ടിൽ കഴിക്കണ ഫുഡ് വെച്ച് ഡയറ്റ് കൊടുത്ത് ബോഡി ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളൊരു അറിവും നോളജൊക്കെ കിട്ടിയത്. പിന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മുടെ പ്രാക്ടിക്കൽ നമുക്ക് കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടായിരുന്നു. മുന്നേ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊക്കെ അറിയായിരുന്നു. ബട്ട് അങ്ങനെയല്ല, അതിൻ്റെ ഓരോ ഫോമും ടെക്നിക്കും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും പ്രോപ്പർ വേ ഒക്കെ നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു. ഇതിനു മുന്നേ വരെ നമ്മൾ ഈ കോഴ്സിൽ ചേരുന്നതിന് മുന്നേ വരെ ഒരുപാട് കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. വർക്കൗട്ട്സിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സാറിൻ്റെ ന്യൂട്രീഷൻ കോഴ്സും അതുപോലെ തന്നെ ഈ ക്ലാസ് 50 days ക്ലാസ് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതിൽ ഓരോ ദിവസത്തെ ക്ലാസ് നമുക്ക് ഇനി മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് കടക്കുമ്പോൾ വെരി ഹെൽപ്ഫുള്ളായിട്ട്. താങ്ക് യു ബ്രോ. എനിക്ക് അറിയില്ല, കളിയല്ല വർക്കൗട്ട് എന്നുള്ളതാണ് സാറ് പറയുന്ന പോലെ തന്നെ. കാരണം വെച്ചാൽ ഞാൻ അവിടെ നാട്ടിൽ ചെറിയൊരു ജിമ്മിൽ കുറേ വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഫോമും കാര്യങ്ങളൊക്കെ വന്ന് പഠിച്ചപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ റാഷിദ് സാറ് ഒരുപാട് നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വിജോ ഫിറ്റ്നസിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഞാനും ഇതേപോലെ ഒരുപാട് അക്കാദമികൾ അന്വേഷിച്ചിരുന്നു. അതിൽ എനിക്ക് ബെറ്ററായി തോന്നി. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് എന്നെ സജസ്റ്റ് ചെയ്തത് ഈ വിജോ ഫിറ്റ്നസ്സിൽ വന്ന് ജോയിൻ ചെയ്യാൻ. താങ്ക് യു. ഫ്രണ്ടിലോട്ടോ ഒന്നാമതില്ലേ പറയാൻ വരില്ല, പറഞ്ഞോ. ആസ് എ ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് നാളെ നമുക്ക് 10 പേരുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അതിനെ ഞാൻ എല്ലാവരും പിടിച്ചു നിർത്തിയത്. പേര്, സ്ഥലം, ഇവിടെ നിന്ന് എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി. എൻ്റെ പേര് ഷാഫി, ഞാൻ വരുന്നത് പാലക്കാട്. ചെറുപ്പം മുതലേ ഫിറ്റ്നസ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം ഫുട്ബോൾ കളിച്ചിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഈ PD അപ്രൂവലിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് എന്നിങ്ങനെ അറിഞ്ഞപ്പോൾ വിജോ സാറിനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവരെ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അവിടെ ബെറ്ററായി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ സാറിൻ്റെ ഇവിടുത്തെ ഒരു കോൺടാക്ട് നമ്പർ തന്നു. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടാണ്. അത് കോഴ്സ് ചെയ്തപ്പോൾ ഭയങ്കര ബെനിഫിറ്റായി തോന്നി. നമ്മളെ ഫ്യൂച്ചർക്ക് ഇത് മുന്നോട്ടുള്ള വഴിയിലേക്ക് ഭയങ്കര സക്സസ്ഫുള്ളാവും. ഇതുകൊണ്ട് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പൊക്കെ എങ്ങനെയുണ്ട്? പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ഇതിനു മുമ്പ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലേ? അതെ. അപ്പോൾ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും? എങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്യണം, കറക്റ്റ് ഏത് മസിലിനെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ ഈ വർക്കൗട്ട് തെറ്റുകൂടാതെ ചെയ്യാം, ജോയിൻസിന് എങ്ങനെ ഇഞ്ചുറി ഒന്നും ഇല്ലാതെ നന്നായി വർക്കൗട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ മനസ്സിലായി. പിന്നെ കുറേ തെറ്റുകൾ നടന്നു, അതൊക്കെ ഒരു കറക്ഷനൊക്കെ തിരുത്തി തന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി.
ഇപ്പം കണ്ട കയ്യും കാലും ഒക്കെ വിറച്ചിട്ട് വയ്യ, സംസാരിക്കാൻ തന്നെ കണ്ട. പക്ഷേ ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴാണ് നമ്മൾ ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ വർക്ക്ഷോപ്പിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നത്തെ നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്ന പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ്. അത് എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ്. ഇപ്പോൾ ആദ്യമായിട്ടല്ലേ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കും, കാരണം ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. അത് തന്നെ. ഹായ്, എൻ്റെ പേര് അൻസൽ. ഞാനൊരു സ്പോർട്സ് പേഴ്സണാണ്. ഞാനൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടിങ് ഗെയിം അറിയാം, ഒരു 10 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്, കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം അറിയാം എന്ന രീതിയിലൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, എൻ്റയർലി എന്തിനാ ചെയ്തതെന്ന് പോലും അറിയാണ്ടാണ് കുറേ കാലം വർക്കൗട്ട് ചെയ്യുന്നത്. 10 വർഷം ഏതാ മസിൽസ് എന്ന് പോലും അറിയാണ്ട് 10 വർഷം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഏതാ മസിൽസ്, എന്താണ് അതിലുള്ള മൈന്യൂട്ടായ മിസ്റ്റേക്സ് വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇവിടെ വന്നത് സാറിന് ബിഗ് താങ്ക്സ്. ഈ ഒരു അക്കാഡമി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയും സാർ കുറേ അക്കാഡമി തുടങ്ങുന്നതെന്ന് കേട്ട കേരളത്തിൽ. അതിന് വളരെയധികം നന്ദി. കേരളത്തിൽ തുടങ്ങിയതിന് ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സ് നമ്മൾ പലരും വർക്കൗട്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളടക്കം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇപ്പോഴും മിസ്റ്റേക്സ് ഉണ്ട്, പക്ഷേ ഇപ്പോഴും ക്ലിയർ ചെയ്യാനുള്ള കോൺഫിഡൻസ് തന്നു സാറ്. മിസ്റ്റേക്സ് പറ്റും, എല്ലാവർക്കും മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷെ അത് കോൺഫിഡൻസോടെ ക്ലിയർ ചെയ്യാം. എനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്ന് കോൺഫിഡൻസോടെ പറഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് സാർ തന്നു. സാർ ന്യൂട്രീഷൻ ക്ലാസ് ആയാലും എങ്ങനെ ഒരാൾക്ക് നമ്മുടെ മീൽസ് വെച്ച് തന്നെ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് സാർ പറഞ്ഞു. താങ്ക് യു. പേടിക്കാതെ കൈ തിരുമാതെ പറയണോ. സാർ, എൻ്റെ പേര് ജിതിൻ. ഞാൻ കണ്ണൂരിൽ നിന്നിരുന്നു. ഞാൻ വെച്ചാൽ ഒരു 3-4 വർഷം മുതൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക, ബേസിക് മൂവ്മെൻറ്റ്സും കറക്റ്റ് ഫോർമാറ്റ് ടെക്നിക്കൊന്നും ഇവിടെ വന്നിട്ടായിരുന്നു ചെയ്തതെല്ലാം തെറ്റായെന്ന് മനസ്സിലായത്. പിന്നെ 100% സാറ്റിസ്ഫൈഡ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഡാറ്റ ന്യൂട്രീഷൻ വർക്ക്ഷോപ്പ്, അതുപോലെ പ്രാക്ടിക്കൽസും ഒക്കെ? ഗുഡായിരുന്നു. നല്ലപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റിയോ? അപ്പോൾ ഇനി ഒരു സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനറായിട്ട് മാറണം. ഹായ്, ഞാൻ അജയ്. അപ്പോൾ ഞാനിവിടെ ഈ ക്ലാസ്സിൽ ഈ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ വരെ എനിക്കെല്ലാം അറിയാം. ഈവൻ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടും ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ ഈ ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് വന്നതിന് മുന്നേ വരെ എനിക്കെല്ലാം അറിയാവുന്നൊരു തോട്ടുണ്ടായിരുന്നു എനിക്ക്. ഈവൻ ഇവിടെ ഫസ്റ്റ് ഞാൻ എൻ്റർ ചെയ്യും ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിലും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നും ഐ തോട്ട് എനിക്കെല്ലാം അറിയാം. ഇവിടെ വന്ന് ആ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. എനിക്കൊന്നും അറിയില്ല എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടാവാൻ തുടങ്ങി. ലൈക്ക് ഏതൊരു വർക്കൗട്ട് ആയാലും, ഈവൻ ബോഡിയുടെ അനാറ്റമി ആയാലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡേ സാർ ആ ഒരു ഓറിയൻറ്റേഷൻ തന്നപ്പോൾ തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി എൻ്റെ തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. പിന്നെ ഇവിടുത്തെ വർക്ക്ഷോപ്പ്, അതായത് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളുണ്ടാക്കുന്ന ഓരോ മൈന്യൂട്ട് മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ഒന്ന് വളയുമ്പോൾ പോലും ഹിഞ്ച് ചെയ്യുമ്പോൾ പോലും നമുക്കുണ്ടാകുന്ന ഓരോ മൈന്യൂട്ട് മിസ്റ്റേക്സ് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ബോഡികൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് നമ്മുടെ കൈ കിട്ടി കഴിയുമ്പോൾ അവരുടെ ബോഡി അനാറ്റമി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ അവർക്ക് കൊടുക്കേണ്ട വർക്കൗട്ട്സ് ഡിഫറെൻ്റ് ആണ്, അവർക്ക് കൊടുക്കേണ്ട ഡയറ്റ് ഡിഫറെൻ്റ് ആണ്, അവർക്ക് കൊടുക്കേണ്ട മാക്രോസ് ഡിഫറെൻ്റ് ആണെന്ന് ടോട്ടലി എനിക്ക് അറിയാൻ പറ്റി. അതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്താരാ? ബരി. ഞാൻ റിച്ചിൻ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഈ അക്കാദമിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ നമ്മൾ തിയറി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ 25 ദിവസത്തെ തിയറി സെക്ഷൻ നമുക്ക് 10 മണി തൊട്ട് 2 മണി വരെയാണ് ക്ലാസ്. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് സാറ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കോഫി ഷോപ്പിലിരുന്ന് ഞങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ക്ലിയർ ചെയ്തിരുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ് ഇവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലൈക്ക് ക്ലാസ്സിൽ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു ആളായിരുന്നില്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് വീണ്ടും സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ സാറിന് അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. റാഷിദ് സാറ് കൂടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് തിയറി MCQ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രാക്ടിക്കലിലേക്ക് വരുന്നതാണെങ്കിൽ ഒരു ട്രെയിനറുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെ ഏതൊക്കെ വർക്കൗട്ട് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ നമുക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഫിംഗേഴ്സ് എങ്ങനെ പോകണം, ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഹിപ്പ് ഹിഞ്ച് കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ട് ട്രെയിനർക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് സാറും റാഷിദ് സാറും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പേഴ്സണെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ അസസ്മെൻറ്റ് എടുക്കണം എനിക്കറിയില്ലായിരുന്നു. ഞാൻ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയും അസസ്മെൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കൂടുതൽ അസസ്മെൻറ്റ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. അതുപോരാതെ തന്നെ സാറിൻ്റെ ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനിങ് ക്ലാസ് അതെനിക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റി. കാരണം 4 വർഷത്തെ ജിം എക്സ്പീരിയൻസിൽ എനിക്ക് അത്രയും അത് സാർ പറയുന്ന ഓരോ പോയിന്റ് എനിക്ക് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഞാൻ എന്തായാലും ആ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരും. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ട് ഒരാളെ എങ്ങനെ നാച്ചുറലി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ഐഡിയ അത് സാറ് അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ സിമ്പിൾ നേരം കൊണ്ട് ഡയറ്റ് പ്രിപ്പയർ ചെയ്യാനും മാക്രോസും
ഇതൊക്കെ സെറ്റ് ചെയ്ത് ആള് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മൊത്തത്തിൽ അക്കാദമിയിൽ നിന്ന്. അതുകൊണ്ട് ധൈര്യത്തിൽ എല്ലാവർക്കും ഈ അക്കാദമി ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ധൈര്യത്തിൽ പോകുന്നുള്ളി. താങ്ക് യു. ഇനി ആരൊക്കെയുള്ളത്? എൻ്റെ പേര് അശ്വിൻ. ഞാൻ കോട്ടയം പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 8 വർഷമായിട്ട് ബോഡി ബിൽഡിങ് 8 വർഷമായിട്ട് ഞാൻ ജിമ്മ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിതിനെപ്പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഡയറ്റിങ് ആയാലും ഒന്നും അറിയത്തില്ല. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വിജോ ചാൻ്റെ ഇത് കണ്ടപ്പോഴാണ് എനിക്കെല്ലാം ഓരോന്നും മനസ്സിലാകാൻ തുടങ്ങിയത്. പിന്നെ നേരത്തോട്ട് വിജോ ചാൻ്റെ ഓരോന്ന് ഞാൻ ഓരോ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഓരോ വർക്കൗട്ട് ഓരോന്നൊക്കെ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയത്. അപ്പം എങ്ങനെ അക്കാഡമി കാര്യങ്ങളെല്ലാം? അക്കാഡമി എല്ലാം പൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ റെഫർ ചെയ്യും. പൈസ നഷ്ടം വന്നില്ലല്ലോ? ഇല്ല, ഒരിക്കലും നഷ്ടം വന്നില്ല. ഓക്കെ. ഇനി ആരാ? വാ. എൻ്റെ പേര് ഷംനിയത്. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് റെപ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ അക്കാദമി റെപ്സിൻ്റെ വെബ്സൈറ്റിൽ വന്നത് കണ്ടത്. അപ്പോൾ ലോകത്ത് തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കണ ഒരാളുടെ കീഴിൽ, അക്കാദമിയുടെ കീഴിൽ പഠിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാനൊരു ബിഗിനർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ ഒരാളെ ഇഞ്ചുറി കൂടാതെ എങ്ങനെ വർക്കൗട്ട് ചെയ്യിക്കാം, പിന്നെ ഡയറ്റിനെ കുറിച്ച് എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പട്ടിണി കെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയൊക്കെ ഡയറ്റ് കൊടുക്കാമെന്നൊക്കെ എനിക്ക് പഠിച്ചു. നല്ല യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഇനി ആരാളെ? വരും. ഹായ്, എൻ്റെ പേര് എബിൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാണ് ഈ കോഴ്സ് ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ ക്ലാസ്സിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഇപ്പോൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. അപ്പോൾ എളുപ്പമല്ല എന്ന് മനസ്സിലായി. പ്രാക്ടിക്കൽ സെക്ഷൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൽ കുറേ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി. പിന്നെ എങ്ങനെ സിമ്പിളായിട്ട് ഡയറ്റ് കൊടുക്കാമെന്ന് മേടിച്ച് അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ വിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ പഠിച്ച എല്ലാവരെയും ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടു. ഇതൊന്നും ഞാൻ ഇവർക്ക് കാശ് കൊടുത്ത് പറയിപ്പിച്ചതല്ല കേട്ടോ. ആണോ? അല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇനിയുണ്ട് കേട്ടോ. നമ്മൾക്ക് എനിക്ക് തോന്നുന്നു എത്ര പേര് വരാത്തുള്ള 6 അപ്പോൾ ഓൾമോസ്റ്റ് 22 പേരുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഈ ബാച്ചിൽ. അപ്പോൾ ബാക്കിയുള്ളവർ ഇന്നലെ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം അസസ്മെൻറ്റ് കഴിഞ്ഞ് പോയേക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അവരുടെയും ഫീഡ്ബാക്ക് നമുക്ക് എപ്പോഴെങ്കിലും അവരിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കാം. ബാക്കിയുള്ള എല്ലാവരുടെയും ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടു. അപ്പം ഈ നിൽക്കുന്ന ട്രെയിനേഴ്സ് എല്ലാവരും വെറുതെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ട്രെയിനേഴ്സ് അല്ല. നിങ്ങളെല്ലാവരും എന്താണ്? ക്വാളിഫൈഡ് ആണ്. സോ വിജോ ഫിറ്റ്നസ് അക്കാഡമി എപ്പോഴും പറയാറുള്ള പോലെ, ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് സർട്ടിഫൈഡ്, ഗെറ്റ്